കുമളി പഞ്ചായത്തിലെ കുമളി ചെങ്കര ശാന്തിപ്പാലം റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി. തേക്കടിയിൽ നിന്നും 43 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാഗമണിലെത്താൻ കഴിയുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. ഈ റോഡിലെ കൊളുന്തുപുരം മുതൽ ശാന്തിപ്പാലം വരെയുള്ള 4 കിലോമീറ്റർ ദൂരമാണ് തകർന്നിരിക്കുന്നത്. കുമളി അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശത്തുള്ള റോഡാണ് തകർന്നു കിടക്കുന്നത്. കുമളി ചെങ്കര ശാന്തിപ്പാലം റോഡിന്റെ കുളുന്തുപുരം മുതൽ ശാന്തിപ്പാലം വരെയുള്ള 4 കിലോമീറ്റർ ദൂരമാണ് കാൽനട യാത്ര പോലും ദുഷ്കരമായ രീതിയിൽ തകർന്നു കിടക്കുന്നത്. ഈ 4 കിലോമീറ്റർ കഴിഞ്ഞാൽ ആധുനിക നിലവാരത്തിലുള്ള റോഡുമുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണ് തകർന്നു കിടക്കുന്നത്. റോഡിന്റെ ദുരവസ്ഥ MLA ആയിരുന്ന വാഴൂർ സോമന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അദ്ദേഹം റോഡിന്റെ നവീകരണ പ്രവർത്തനത്തിന് 1 കോടി രൂപ അനുവദിച്ചിരുന്നു. ഫണ്ട് അനുവദിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. ഇതോടെ തുടർ നടപടിയും നിലച്ചു. മണ്ഡലത്തിന്റെ ചാർജുള്ള സ്പീക്കർ ഇടതു നേതാക്കൾ കണ്ട് നിവേദനം നൽകിയിരുന്നു. ഉടനെ ഫണ്ട് അനുവദിക്കാമെന്ന് ഉറപ്പും ലഭിച്ചു. എന്നാൽ നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വളരെ നശിച്ച് വണ്ടിയൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ കിടക്കുക. 2-3 ബസ് സർവീസ് നടത്തുന്ന റോഡാണ്. പക്ഷേ എല്ലാം കുണ്ടും കുഴിയായിട്ട് കിടക്കുക. ഇത് പുനരുദ്ധരിക്കണമെന്നും പറഞ്ഞ് MLA ആവശ്യപ്പെട്ടിട്ട് 1 കോടി രൂപ അനുവദിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി അത് നഷ്ടപ്പെട്ടു. തുടർന്ന് ഇപ്പോൾ ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ റോഡിൻ്റെ സ്ഥിതി വളരെ ശോചനീയമാണ്. ഈ ബസ് സർവീസൊക്കെ നിലനിന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ റോഡിൻ്റെ പണി പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണം. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയങ്ങളെ കാണണം. അതാണ് എനിക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഇത്. കുമളി, അതായത് തേക്കടി വാഗമൺ റൂട്ടിൻ്റെ ഭാഗമായത്. ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തേക്കടിയിൽ നിന്ന് വാഗമണ്ണിൽ എത്തിച്ചേരുന്നത് 43 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അവിടെ എത്തിച്ചേരാൻ കഴിയുന്ന റോഡാണ്. പക്ഷേ ഇതിൻ്റെ ഇടഭാഗമാണ് ഈ തകർന്ന് കിടക്കുന്നത്. കുറച്ച് ഭാഗം മാത്രം, ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ ഭാഗമാണ് ഇപ്പം യാത്രയ്ക്ക് പറ്റാത്ത സ്ഥിതി കിടക്കുന്നത്. ബാക്കി ഭാഗമെല്ലാം ഒന്ന് സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗവും മറ്റേ കുറച്ച് ഭാഗം PWD റോഡുമാണ്. കുമളിയിൽ തിരക്ക് വർദ്ധിച്ചാൽ ശബരിമല തീർത്ഥാടകർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന റോഡാണിത്. 100 കണക്കിന് കുടുംബങ്ങൾക്കും വിനോദയാത്രക്കാർക്കും ഉപകാരപ്രദമായ റോഡിനെയാണ് സർക്കാർ അവഗണിക്കുന്നത്. 3 ബസ് സർവീസും 10ഓളം സ്കൂൾ ബസ്സുകളും കടന്നുപോകുന്ന റോഡിനാണ് ഈ ദുർഗതി. 4 കിലോമീറ്റർ ദൂരം യാത്രായോഗ്യമാക്കാൻ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.